ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ചമ്മയും അതുപോലെ പാർ ചേച്ചിയും പിന്നെ നമ്മുടെ രേവതിയും അതുപോലെ സച്ചിയും ഒക്കെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരുടെ കുടുംബത്തിലെ ഒരു കുട്ടിയെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് കണ്ണടച്ച് മാല കെട്ടും, പക്ഷെ അവൾക്ക് കണ്ണടച്ച് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഈ നമ്മുടെ സച്ചിയെ പിടിച്ചൊരു തള്ള അച്ചമ്മ പെട്ടെന്ന് കിണറ്റിലേക്ക് സച്ചി വീഴാൻ പോയി. പക്ഷെ സച്ചി ഇങ്ങനെ മുകളിൽ പിടിച്ചു. അപ്പോഴേക്ക് രേവതി അയ്യോ എന്നും പറഞ്ഞു ഇങ്ങനെ ചെന്ന് ചേർത്ത് അങ്ങ് പിടിച്ചു. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും നടുവിൽ ഇങ്ങനെ രണ്ടുപേരും കൂടെ അയ്യടാന്നായിട്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും നമ്മുടെ രേവതി ഒരു കള്ളച്ചീരിയൊക്കെ ചിരിച്ച് നാണിച്ച് അവിടെ നിന്ന് അകത്തേക്ക് കയറി ഓടി. അങ്ങനെ രേവതി അകത്തേക്ക് കയറി ഓടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുന്നു സമയത്ത് മുത്തശ്ശിയും അതുപോലെ നമ്മുടെ പാറു ചേച്ചിയും കൂടി ഇങ്ങനെ മുഖാമുഖം നോക്കുന്നു. രണ്ടുപേരും ഒരു കള്ളച്ചിരിയോടെ അവരും അകത്തേക്ക് കയറിപ്പോയി. അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ സച്ചി അവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുക. പിന്നെ കാണിക്കുന്ന രാത്രി നമ്മുടെ രവിയേട്ടൻ നല്ല ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ ചെറുതായിട്ട് കണ്ണ് തുറന്നപ്പോഴേക്കും തൊട്ടടുത്ത് മുടിയൊക്കെ പടർത്തിയിട്ട് യക്ഷിയെ പോലെ ഒരാളിങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചു പോയി. ഇരുട്ടല്ലേ, വേഗം അദ്ദേഹം ലൈറ്റ് ഓൺ ചെയ്തു. അപ്പൊ ഇരിക്കുന്ന കണ്ടപ്പോഴും പേടിച്ചു. ആരാണെന്ന് ചോദിച്ചു. ആരാണെന്ന് ചോദിച്ചിട്ട് മിണ്ടുന്നില്ല. അദ്ദേഹം എഴുന്നേറ്റ് വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ മുടിയൊക്കെ പടർത്തിയിട്ട് പുതിയ മരുമകൾ ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് ബ്യൂട്ടി പാർലറിൽ പോയി അടിമുടി മാറിയേച്ച് വന്നിരിക്കുകയാണ്. അങ്ങനെ അടിമുടി മാറി വന്ന് ഭാര്യയെ കണ്ടിട്ട് മനസ്സിലായില്ല. ചന്ദ്രമതി ചന്ദ്രമതി എന്ന് കറന്ന് വിളിക്കുന്നുണ്ട്. ഓ ഒന്ന് കൂവണ്ട, ഞാൻ ആ ചന്ദ്രമതി എന്ന് പറഞ്ഞു. നീയോ നീ ഏതാന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ ഭയങ്കര ഇതാ. അപ്പൊ നീ എന്താ ഈ കോലത്തിൽ എന്ന് ചോദിച്ചപ്പോ ഞാൻ ശ്രുതിയുടെ അടുത്ത് പോയതായിരുന്നു. ശ്രുതി എന്നെ ഇങ്ങനെ ഒരു പുതിയ ന്യൂസ് ഇതിലാക്കിയെന്ന് പറഞ്ഞപ്പോ ഓ അപ്പൊ പുതിയ മരുമകളുടെ കലാപരിപാടിയാണല്ലേ ഈ കാണുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുക. അപ്പോ കലാപരിപാടിയോ, എന്താ കുഴപ്പം? 10-18 വയസ്സുള്ളപ്പോഴേ നിങ്ങൾ എന്നെ ഒന്ന് കാണേണ്ടതായിരുന്നു. എന്റെ സൗന്ദര്യം എന്തായിരുന്നു നിങ്ങൾക്ക് അറിയാവോന്നൊക്കെ ചോദിച്ചപ്പോ എന്റെ ചന്ദ്രമതി നിന്റെ സൗന്ദര്യം എനിക്ക് നല്ലതുപോലെ അറിയാം, അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ കെട്ടിയതെന്നൊക്കെ അദ്ദേഹം പറയുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഈ കാര്യമൊക്കെ സംസാരിക്കുന്നു. അതേസമയം നീ ഇങ്ങനെ എന്നെ കണ്ട ഒരു 20 വയസ്സ് കുറഞ്ഞല്ലേ എന്ന് ചോദിച്ചപ്പോ 20 വയസ്സ് കുറഞ്ഞു നിനക്ക് എന്താ ചന്ദ്ര പറ്റിയെന്നൊക്കെ ചോദിക്കാട്ടോ അദ്ദേഹം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി രസകരമായ രീതിയിൽ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അങ്ങനെ സംസാരിക്കുന്ന സമയം നിനക്ക് നിന്റെ പ്രായം നിനക്കൊന്ന് ചിന്തിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു. ഇത്രയൊക്കെ ചെയ്യണമെങ്കിലേ 5000 രൂപയാ. അപ്പൊ അത് ഞാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അതെ, നിങ്ങളെ ഞാൻ ഇതുപോലെ ആക്കി തരാന്ന് പറഞ്ഞു. എന്താക്കി തരാൻ? അല്ല നമുക്ക് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കാം. ഓ എന്ത് വർത്താനം പറഞ്ഞോണ്ടിരിക്കാൻ? എനിക്കൊന്നും താല്പര്യമില്ല, എനിക്ക് കിടന്ന് ഉറങ്ങണം. പിന്നെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് പറയണോ? പിന്നെ ഒരു നിനക്ക് എന്താ? നിനക്ക് നിന്റെ മകനെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ? അവനെ ഒരു പെണ്ണ് പറ്റിച്ചിട്ട് പോയതും അതുപോലെ അവൻ 50 ലക്ഷം രൂപ കൊണ്ടേ കളഞ്ഞതും ഇതൊക്കെ തലയിൽ വെച്ച് കെട്ടിയതൊക്കെയല്ലേ പറയാനുള്ളൂ. അപ്പൊ ആ കല്യാണത്തെ കുറിച്ചല്ല, ഇപ്പൊ നടക്കുന്ന കല്യാണത്തെ പറ്റി നമുക്ക് സംസാരിച്ചാലോ എന്ന് ചോദിച്ചു. ഇപ്പൊ നടക്കുന്ന കല്യാണത്തെ പറ്റി എന്താ? പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ പഴയ കഥകളൊന്നും പാടിക്കൊണ്ടിരിക്കരുത് കേട്ടോ. ഇതൊക്കെ ശ്രുതിക്ക് അറിയത്തില്ല. ശ്രുതി അറിഞ്ഞാലേ ശ്രുതി ഇട്ടിട്ട് പോകുന്നത് ഉറപ്പാ എന്ന് പറഞ്ഞു. എന്തായാലും ഞാനായിട്ട് ആരോടും പറയുന്നില്ല, പക്ഷെ അറിയേണ്ടതായാലും ആ പെണ്ണ് എന്ന് വേണമെങ്കിലും അറിയില്ലേ? കാരണം ഈ നാട്ടുകാരെ പെണ്ണിനോട് പറയില്ലേ? അങ്ങനെ പറയുമ്പോൾ അവൾ അറിയില്ലേ? പിന്നെന്താ? അപ്പൊ പിന്നെ നമ്മൾ മറച്ചു വെച്ചെന്നാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ നാട്ടുകാർ അറിഞ്ഞോട്ടെ, നിങ്ങളായിട്ട് പറയാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞു ചന്ദ്രമതി. അങ്ങനെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അടുത്ത ആഴ്ച അമ്മയ്ക്ക് അരികിലേക്ക് പോകണുണ്ട്, അവിടെ ചെന്ന് അമ്മയോട് കാര്യങ്ങളൊക്കെ പറയണം, നീയും വരണമെന്ന് പറഞ്ഞു. ഞാൻ വരുന്നില്ല, നിങ്ങളുടെ അമ്മയുടെ മുന്നിൽ പോയി നിന്ന് ഓച്ചാനിച്ച് നിൽക്കാനേ വേറെ ആളെ നോക്കണം, എന്നെ കിട്ടത്തൊന്നുമില്ല, ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞോണ്ട് അങ്ങനെ പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ ആ കാര്യവും പറഞ്ഞ് കല്യാണ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ നല്ലൊരു ചായ ഇട്ട് കുടിക്കട്ടെ, അങ്ങനെയെങ്കിലും ഫ്രഷ് ആയിട്ടിരിക്കാലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് ചന്ദ്രമതി അങ്ങ് പോയി. എന്തൊരു വിധിയാന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം അവിടെ നിൽക്കുക. അതൊക്കെ കഴിഞ്ഞ് രാവിലെയായി. പിന്നെ കാണിക്കുന്ന അച്ചമ്മയുടെ വീട്. അച്ചമ്മയുടെ വീട്ടിൽ നമ്മുടെ രേവതി രാവിലെ ഏറ്റ് പൂജാമുറിയിൽ വിളക്കൊക്കെ കൊളുത്തി ഇങ്ങനെ എല്ലാം നല്ല റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും പാറു ചേച്ചി ആണെങ്കിൽ വഴക്കുണ്ടാക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ പാറു ചേച്ചി വഴക്കുണ്ടാക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ ചേച്ചി എന്ന് ചോദിച്ചു. അപ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു എന്താ പാറു ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പം അതെ ഞാൻ ചെയ്യേണ്ട ജോലികളെല്ലാം ഈ കൊച്ച് കൃത്യമായി രാവിലെ എഴുന്നേറ്റ് ചെയ്തിരിക്കുന്നു, എനിക്ക് പിന്നെ ഇവിടെ എന്താ ജോലി എന്ന് ചോദിച്ചത്. അവർ ഇങ്ങനെ വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യാം, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ഞാൻ 2 ദിവസം ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യട്ടെ, പിന്നെ ഞാനിവിടെ ഉള്ളപ്പോൾ പാറു ചേച്ചിക്കും അച്ചമ്മയ്ക്കും വിശ്രമം, എന്തായാലും 2 ദിവസം കഴിഞ്ഞ് ഞാൻ പോകുമല്ലോ, പാറു ചേച്ചിക്ക് പിന്നെയും പാറു ചേച്ചിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാമല്ലോ, എന്താ പാറു ചേച്ചി ഇതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറഞ്ഞ് അതിനെ മെരുക്കി ഇങ്ങനെ അങ്ങ് ഒതുക്കി അങ്ങ് നിർത്തിയിരിക്കുക. അപ്പൊ അച്ചമ്മയ്ക്ക് മനസ്സിലായി ഇവൾ ആള് ഇച്ചിരി പുലിയാണെന്നുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ശരി ഞാനേ അടുക്കളയിലേക്ക് പോവാ, 2 പേര് ഇവിടെ തന്നെ ഇരുന്നോളണം, ഞാൻ ഭക്ഷണമായിട്ട് വന്ന് വിളിക്കും, അന്നേരം നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നാൽ മതി, ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ രേവതി എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിലേക്ക് രേവതി പോയി കഴിഞ്ഞപ്പം അതെ
ഈ മൊത്തത്തിലുള്ള ഈ ഒരു ചുറുചുറുക്കും ഈ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ അത്ര രസത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചേച്ചി തന്നെ അവർ രണ്ടുപേരും നല്ല സൗമ്യതയിൽ സ്നേഹത്തോടെ ഒന്നിച്ച് ജീവിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കണം കേട്ടോ, അതാണ് വേണ്ടത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി അങ്ങ് പോയി. അച്ഛമ്മ എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കും. എന്നിട്ട് നേരെ അച്ഛമ്മ സച്ചിയുടെയും രേവതിയുടെയും മുറിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പം ഈ പാറു ചേച്ചി പറഞ്ഞതുപോലെ തന്നെ സച്ചി നിലത്ത് പാവിരിച്ച് കിടന്നുറങ്ങുന്നു. രേവതി എഴുന്നേറ്റ് പോന്നല്ലോ. അപ്പൊ ഇവര് രണ്ടുപേരും പാറു പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ലല്ലേ ജീവിക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് കണ്ടുപിടിക്കണം, രണ്ടുപേരെയും ഒന്നിപ്പിക്കണം. ഇതൊക്കെ അച്ഛമ്മ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക. ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് തന്നെ അച്ഛമ്മ ഇങ്ങനെ ചിന്തിക്കുന്നു. അങ്ങനെ അച്ഛമ്മ ആ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു ഇതിലൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും അച്ഛമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. താൻ ആയിട്ട് ഇനി അവർക്ക് ഒന്നാകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു ഇതിൽ. അപ്പൊ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് അച്ഛമ്മ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധിയുടെ കമ്പനിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ സുധിയുടെ കമ്പനിയിൽ എല്ലാവരും കൂടെ ചേർന്നിരുന്ന ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടിയിരിക്കുന്നു. അവിടെ ഇവരുടെ കമ്പനിയെക്കാളും വേറൊരു കമ്പനി ഉയർന്നു വന്നു. അപ്പൊ അവരെ തറപറ്റിക്കാനും ഇവർക്ക് ഉയർന്നു പോകാനുള്ള വഴികൾ നോക്കും. അപ്പൊ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സുധി ഒരു അഭിപ്രായം വെച്ചു. അപ്പൊ സുധിക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയാനായിട്ട് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സുധിയുടേതായ അഭിപ്രായങ്ങൾ കുറെ പറഞ്ഞു. അപ്പൊ അപ്പുറം ഇരിക്കുന്ന വ്യക്തി അയാളുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇവർ രണ്ടുപേരും തമ്മിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ ചേരാതെ വന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും പിടിയും വലിയും തെറിവിളിയും വഴക്കും ഒക്കെയായി. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പ്ലീസ് എന്ന് എല്ലാവരും കൂടെ വന്ന് പിടിച്ചിരുത്തുക ചെയ്തത്. അപ്പൊ മേഡം വേഗം ഒരു പേപ്പർ എടുത്ത് സുധിയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. അപ്പൊ ഇതെന്താ മേഡം എന്ന് ചോദിച്ചു. സുധി അത് തുറന്ന് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സുധിയെ ഡിസ്മിസ് ചെയ്തതിന്റെ പേപ്പർ. മേഡം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? തെറ്റ് ചെയ്തത് ഇയാളല്ലേ, എന്നെ എന്തിനാ പിരിച്ചുവിടുന്നതെന്നൊക്കെ ചോദിച്ചു. പ്ലീസ് ലീവ് ഇറ്റ്, എനിക്ക് സുധിയോട് ഒന്നും പറയാനില്ല, ഇവിടുന്ന് പോയേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ആ മേഡം സുധി അവിടെ നിന്ന് അടിച്ചിറക്കി. സുധി പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ വേറൊരു സ്റ്റാഫ് സുധിയുടെ അടുത്തേക്ക് വന്നു. താൻ എന്തൊരു അബദ്ധമാണോ ചെയ്തതെന്നൊക്കെ ആ സ്റ്റാഫ് ചോദിക്കാം. അപ്പോൾ ഞാനല്ലല്ലോ തെറ്റ് ചെയ്തത് അയാളല്ലേ, അയാൾ പറഞ്ഞതെല്ലാം റോങ് ആയിരുന്നില്ലേ, അയാൾ പിന്നെ വാടാ പോടാ എടാന്നൊക്കെ ചീത്ത വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കേട്ടോണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? അപ്പൊ അയാൾ ചെയ്തതോ പറഞ്ഞതോ മേഡത്തിന് ഒരു പ്രശ്നമല്ലേ, മേഡം എന്തിനാ എന്നെ തന്നെ പറഞ്ഞു വിട്ടതെന്നൊക്കെ ചോദിക്കുവാണേ. അപ്പോഴേക്കും അയാൾ താൻ ഇതിന് മേഡത്തിന്റെ അടുത്ത ഇതായിട്ടുള്ള ഒരാളല്ലേ, താനൊന്ന് പറഞ്ഞാൽ കേക്കിൽ എന്ന് ചോദിച്ചപ്പോ, എടോ സുധി, എന്നെക്കാളും അടുത്ത ഇതുള്ള ആളാണ് അവിടെ ഇരുന്ന് തന്നോട് സംസാരിച്ചത്. സ്വന്തം ഭർത്താവിനെ പിരിച്ചുവിട്ടിട്ട് ആ മേഡം ഈ കമ്പനി തുടങ്ങുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാം നോക്കിയും കണ്ടൊക്കെ സംസാരിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൂട്ടുകാരനായിട്ട് നിന്ന് ഇയാൾ ഈ സുധിയോട് പറഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടെ മറ്റുള്ളവരെ വിഡ്ഢിവേഷം കെട്ടിക്കുന്നിടത്ത് ഞാനിനി ജോലി ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് സുധി അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അങ്ങനെ സുധിയുടെ ആ പണിയും പോയി എന്ന് മനസ്സിലായി. സുധി ഇപ്പൊ എങ്ങടോ ഇല്ലാണ്ട് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാനുള്ള വഴികളൊക്കെ ആയി. സുധി എന്നിട്ട് ആരോരും ഇല്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു. സുധി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് കഴിഞ്ഞപ്പോൾ സുധിയുടെ പണി പോയി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന വർഷേനെയാട്ടോ. വർഷ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണല്ലോ. അങ്ങനെ വർഷ അവിടെ ഡബിങ് സ്റ്റുഡിയോയിൽ ഇരുന്ന് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറെ നേരം കുറെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് സാർ ഇന്നത്തേക്ക് നമുക്ക് നിർത്താം, എനിക്ക് വിശക്കാൻ തുടങ്ങി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരി ആയിക്കോട്ടെ ഇന്നത്തേക്ക് മതിയെന്നും പറഞ്ഞുകൊണ്ട് ആ സാറ് വർഷയെ പറഞ്ഞു വിടുന്നു. അപ്പോൾ വർഷ അവിടെ നിന്ന് പോന്നു. വർഷ ഇങ്ങ് പോകുന്ന ഇവരോടൊക്കെ യാത്ര പറഞ്ഞിങ്ങ് പോകുന്നു. വർഷ ഇങ്ങ് യാത്ര പറഞ്ഞ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സാർ ഇത്രയും കുറച്ചല്ലേ ചെയ്തുള്ളൂ, ഇന്നത്തെ ദിവസം ഇത്രയും കുറച്ച് ചെയ്താൽ എങ്ങനെയാണ് ശരിയാകുന്നത് എന്ന് കൂടെയുള്ളയാൾ ഡയറക്ടറോട് ചോദിച്ചപ്പോൾ അവൾ ഇങ്ങനെയാണെന്നും അവൾ ഇത്രയൊക്കെ ചെയ്യുള്ളൂ, പിന്നെ ഇത്രയും ചെയ്ത സമയം കൊണ്ട് അവൾക്ക് വിശക്കാൻ തുടങ്ങി, അവൾ ഫുഡ് കഴിക്കാൻ പോയത്, ഇവളെ കിട്ടുന്നവന്റെ കഷ്ടകാലമാണെന്ന് ഡയറക്ടർ സാറ് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വന്നിട്ട് ഞാനേ അങ്ങനെയാണെങ്കിൽ ഒരു പാചകക്കാരനെ വിവാഹം കഴിച്ചേക്കാം, ഒരു ഷെഫിനെ തന്നെ അങ്ങ് കണ്ടെത്തിയേക്കാം എന്ന് വർഷ പറഞ്ഞു. അപ്പൊ വർഷ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നീ പോയില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പോയെന്നോർത്താണോ സാർ ഇത്രയൊക്കെ ഇവിടെ ഇന്ന് സംസാരിച്ചതെന്ന് ചോദിക്കുവാണ് വർഷ അന്നേരം. ശരി ആയിക്കോട്ടെ ഞാനൊരു ഷെഫിനെ കല്യാണം കഴിച്ചിട്ട് സാറിനെ വിളിക്കാമെന്നും പറഞ്ഞു വർഷ അവിടെ നിന്ന് അങ്ങ് പോരുക. അപ്പോൾ വർഷ അവിടെ നിന്ന് പോന്നു, തൻ്റെ റൂമിലിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ വന്നു. ആ ചേട്ടനുമായിട്ട് സംസാരിച്ച് ഫുഡ് മേടിച്ചുകൊണ്ട് വരാനായിട്ട് വർഷ ആ ചേട്ടനോട് പറയുന്നു. ആ സമയം വർഷ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞ ഫുഡുകളും കാര്യങ്ങളും ഒക്കെ ആ ചേട്ടൻ ശരി ഓക്കെ ഇത്രയൊക്കെ കഴിക്കണോ വേണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് താനാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ പുള്ളിക്കാരനോട് ഈ വർഷ ചൂടായി. ശരിയെന്നും പറഞ്ഞു പൈസ മേടിച്ച് നേരെ ഫുഡ് വാങ്ങിക്കാനായിട്ട് വർഷയ്ക്ക് വേണ്ടി ഫുഡ് മേടിക്കാനായിട്ട് ആ പുള്ളിക്കാരൻ ഹോട്ടലിലേക്ക് ചെല്ലുന്നു. ഹോട്ടലിൽ ചെന്നിട്ട് അവിടെ ചെന്നൊരു ലിസ്റ്റ് അങ്ങ് വെച്ചു. ലിസ്റ്റ് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പുതിയൊരു ഷെഫ് വന്നിട്ടുണ്ടെന്നും ആ ഷെഫ് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീയെ വിളിക്കുക. അപ്പൊ ശ്രീ കയറിയ അതേ ഓഫീസ് തന്നെയായിരുന്നു, ഹോട്ടൽ തന്നെയായിരുന്നു. എന്തായാലും ശ്രീ വന്നു കഴിഞ്ഞപ്പോൾ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. തനിക്ക് എന്തൊക്കെയോ ഒരു
സ്പെഷ്യൽ ഡിഷസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ശരി, അപ്പൊ എനിക്കല്ല കേട്ടോ, എന്റെ മേഡത്തിന് വേണ്ടിയിട്ടാണെന്ന് ആ അപ്പുറം നിന്ന ചേട്ടൻ പറഞ്ഞു. ശരി, അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് എന്തായാലും സാറിന്റെ മേഡത്തിന് ഇഷ്ടപ്പെടുമെന്നും അങ്ങനെ പറഞ്ഞു. അതെ, ഇച്ചിരി ദേഷ്യക്കാരിയാ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫോൺ വിളിച്ച് മേഡത്തിന്റെ കൈകളിൽ കൊടുക്കാം, അപ്പൊ താൻ തന്നെ മേഡത്തിനോടൊന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു. ശരി ആയിക്കോട്ടെ, സംസാരിച്ചോളാമെന്ന് ശ്രീയും പറഞ്ഞു. അങ്ങനെ ശ്രീയും അതുപോലെ വർഷയും കൂടി സംസാരിക്കാം. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താൻ ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണെന്നും അത് മേഡത്തിന് കൊടുത്തു വിടാമെന്ന് മേഡത്തിന് ഇഷ്ടമാവുമെന്ന് നോക്കണം തുടങ്ങിയതൊക്കെ പറഞ്ഞപ്പോൾ താനെന്താ എന്നെ പരീക്ഷിക്കുകയാണോ, പരീക്ഷണ വസ്തു ആക്കുകയാണെന്ന് വർഷ ശ്രീയോട് ചോദിച്ചു. അപ്പൊ ഇവർ രണ്ടുപേരും ഫോണിലൂടെയാണ് സംസാരിക്കുന്നത്, പരസ്പരം അറിയില്ല. അങ്ങനെ ആ ഒരു ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ പുതിയ പുതിയ പരീക്ഷണങ്ങളാണല്ലോ നമ്മുടെ ഓരോ ഫുഡും വിജയിച്ചു വരുന്നത്. എന്തായാലും മേഡത്തിന് ഞാൻ അത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അതിന്റെ കൂട്ടും അത് ഉണ്ടാക്കുന്ന രീതികളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് താമസം വരുമോ എന്ന് ചോദിച്ചു. ഒരുപാട് താമസമൊന്നും വരില്ല മേഡം, ഒരു 15 മിനിറ്റിനുള്ളിൽ ഫുഡ് ഞാൻ എത്തിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഫുഡിന്റെ കാര്യത്തിൽ അങ്ങനെ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലും കാര്യങ്ങളിലുമാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.